ഹലോ, സുഖം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ ഒരു ആനിവേഴ്സറി വ്ളോഗാട്ടോ. വലിയ പ്രിപ്പറേഷൻസും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു കുഞ്ഞു കേക്ക് കട്ടിങ് മാത്രമുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻട്രോ ഒക്കെ എടുക്കുന്നത് ഇവിടെ എറണാകുളത്ത് എത്തിയിട്ടാട്ടോ. ഇനി ഇൻട്രോ ഉണ്ടായിരുന്നല്ലോ, അപ്പം വിചാരിച്ചിട്ട് ഇൻട്രോയും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഒന്നുകൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കേക്ക് വാങ്ങിയത് MRAയിൽ വന്നിട്ടുള്ള കേട്ടോ. നമ്മളെ പഴയങ്ങാടി റൂട്ടിൽ തന്നെയുള്ള ഒരു MRA ബേക്കറിയാണ്. അപ്പോൾ കേക്ക്സ് ഒരുപാട് അവിടെ എപ്പോഴും കിട്ടാറുണ്ട്. ആദ്യം കൺഫ്യൂഷനായിരുന്നു ഈശ്വരം എവിടെ നിന്ന് വാങ്ങണമെന്ന്. പിന്നെ കുറേ നാളായില്ല ഇവിടെ വന്നിട്ട്. അപ്പോൾ പെട്ടെന്ന് MRA പിന്നെ ഓർമ്മ വന്നിട്ട് അവിടെ പോയിട്ട് ഒരു 1/2 kg ഒരു കേക്ക് എടുത്തിട്ടത്. വലിയ കേക്ക് എടുക്കാൻ നിന്നിട്ടില്ല, കാരണം ആരും കഴിക്കില്ല. അപ്പോൾ 1/2 kg അങ്ങ് എടുത്തത് കേട്ടോ. അപ്പോൾ വരുമ്പോഴത്തേക്ക് എല്ലാവരും ചായ കുടിക്കുന്ന സമയമായതുകൊണ്ട് ചായക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുറേ നാളെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു, ഒരു പാറിൽ മഴ. അങ്ങനെ ഇതാ വൈകുന്നേരം നമുക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാട്ടോ. നമ്മൾ രണ്ടാളും റെഡി ആയിട്ട് ഇതെങ്ങനെ ഇരിക്കുകയാന്ന്. കേക്കൊക്കെ കൊണ്ടുവന്നു. വന്നപ്പാട് ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നിച്ചു ഭയങ്കര എക്സൈറ്റഡാണ്. നിച്ചു ആദ്യം എന്നെ കണ്ടപ്പോഴത്തേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കേക്ക് കണ്ടപ്പോഴത്തേക്ക് വേഗം ചാഞ്ഞ് മാറി, ആളാകെ മാറിപ്പോയി. അങ്ങനെ ഇത് കേക്ക് സെറ്റാണ്. നമ്മൾ ഹാപ്പി ആനിവേഴ്സറി അച്ഛമ്മ എന്ന് എഴുതിയൊരു കേക്ക് കേട്ടോ. അപ്പോൾ ഇതാ നിച്ചു ഭയങ്കര എക്സൈറ്റഡ്. എനിക്ക് കേക്ക് കാണുമ്പോൾ നിച്ചു ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ അച്ഛൻ്റെ അമ്മേൻ്റെയും നടുക്ക് ഇരുന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവാ കേട്ടോ. രണ്ടാളും പിടിക്കണം, അച്ചാച്ചനും അമ്മമ്മയും പിടിക്കണം. ഹാപ്പി ആനിവേഴ്സറി. അച്ചാച്ചനെ എടുക്കേ. ഇനി മക്കളുമാരെല്ലാം ചെല്ല്. ഓ ഇനി ആടുന്ന് നൈസായിട്ട്. ഞാൻ ലാസ്റ്റ് പോ. അത് ഇതാണ് നിച്ചു എല്ലായിരിക്കും മുറിച്ചു കൊടുക്കുന്നേ. മതി, കൊടുക്കണ്ട. ഓക്ക് മുറിക്കാനാ ഇൻട്രസ്റ്റ്. കേട്ടാ വെളിക്കോ ഒരു വർഷം കുടിക്കോ. ബ്ലറാക്കേണ്ടി വരുമല്ലോ. നല്ല ഇടിയാന്ന് വെച്ചു. അങ്ങനെ അടിപൊളിയായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആനിവേഴ്സറിക്ക് ആവുമ്പോൾ ബർത്ത്ഡേക്ക് ആയാലും ഒരു കുഞ്ഞ് കേക്ക് കട്ട് ചെയ്യുന്നത് വേറെ തന്നെ ഒരു ഹാപ്പിനെസ്സാണ്. അങ്ങനെ അച്ഛനും അമ്മക്കും നമ്മൾ ഷീമാട്ടിൽ നിന്ന് ഓൾറെഡി ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് അവർക്ക് കൊടുത്തു. അമ്മക്കൊരു സാരിയും അച്ഛനും ഒരു ഷർട്ട് പീസായിട്ട് എടുത്തത്. അങ്ങനെ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തൊരു സാരി ആയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായില്ല. പെയിൻറ്റിങ്സൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് വീഡിയോ എടുത്ത് കളിയായിരുന്നു. ഇതൊക്കെ ഒരു മെമ്മറീസൊക്കെ ആയിരുന്നു. ഇതൊക്കെ സ്റ്റോർ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു മെമ്മറീസായിട്ട് എപ്പോഴും ഉള്ളിൽ ഇങ്ങനെ നല്ല ഓർമ്മകൾ എപ്പോഴും നിൽക്കുന്ന പോലെ തോന്നാറുണ്ട്. അങ്ങനെ ഇതാ അച്ഛനും അമ്മയും കൂടെ ഗിഫ്റ്റ് പൊളിച്ച് നോക്കുകയാണ്. ഇവർ കണ്ടിട്ടുണ്ടായിട്ടില്ല. നമ്മൾ ആനിവേഴ്സറീൻ്റെ കൈ കട്ട് ചെയ്യുന്ന സമയത്ത് കൊടുത്തുകൊണ്ട് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല ഇവർക്ക്. വേറൊരു ടൈപ്പ് ഇല്ല. ഏത് പണ്ട് വാങ്ങിച്ചതാ? പോത്തീസ്. ഷീമാട്ടി അല്ല, പോത്തീസ്. ഇഷ്ടായി നമുക്ക്. അല്ല അത് ബ്ലൗസ്, അത് ബ്ലൗസ്. അത് ബ്ലൗസ്. അതില് മയില നമ്മ വിടർത്തമ്മ, അതായത് ഫ്രണ്ടില് ഇട്. തുമ്പുള്ളതാന്ന്.
കൊറേ ഉണ്ട്. തമിഴ് സ്റ്റൈലാന്ന് കൂടുതലും അവിടെ. ഇതാന്ന്. അങ്ങനെ അമ്മക്ക് ഇതുപോലത്തെ നല്ല ഒഴുകുന്ന ടൈപ്പ് സാരി ഭയങ്കര ഇപ്പം ഇഷ്ടമാണ്. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഒരു സാരി എടുത്തത്. പിന്നെ ഇത് വേറെ തന്നെ ഒരു കളർ ടച്ചാണ്, ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വരുന്നത് നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ട്രഡീഷണലായിട്ട് നമുക്ക് ഫങ്ഷൻസിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സാരിയാണ്. അതിനുശേഷം ജസ്റ്റ് അമ്മ എല്ലാം ഉടുത്ത് നോക്കിയ ശേഷം നമ്മൾ ഒന്ന് പുറത്തിറങ്ങി കല്യാണത്തിന് റിസപ്ഷന് പോകേണ്ട സമയം കേട്ടോ. അപ്പം നമ്മളിത് ബൈക്കിലാണ് പോകുന്നത്. കാർ അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലമൊന്നുമില്ല. അതായത് ഈ സർവീസ് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് വീട്. അതുകൊണ്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലമുള്ളതുകൊണ്ട് കാർ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബൈക്കിലാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നല്ല സൺസെറ്റ്, നല്ല രസമുണ്ട്. ഇപ്പം ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ആക്കിയോണ്ട് ഇവിടെ നിന്നിട്ടൊരു ഈവനിങ് ഒക്കെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പോകുന്തോറും ഇത് കാണുന്തോറും ഗേട്ടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള സൺസെറ്റ്. ഇവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലും അടിപൊളിയായിരിക്കും നമുക്ക് കാണാനും എല്ലാം വേണ്ടിയിട്ട്. അങ്ങനെ ഇതിപ്പോൾ മാങ്ങാട്ടാട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ 2 സ്റ്റോപ്പിൻ്റെ അപ്പുറം തന്നെ, അതുകൊണ്ട് വലിയ പ്രശ്നവുമില്ല. അതവിടെ പോയപ്പോൾ തന്നെ നമ്മളെ ഒരു വാവേനെ കണ്ടു കേട്ടോ. അതായത് അനിയത്തീൻ്റെ ഫ്രണ്ടിൻ്റെ മോനാന്ന്. അവർക്കെല്ലാം കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ അവനെ കണ്ട് കുറേ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ദേവിനെ കണ്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് സെൽഫീസൊക്കെ എടുത്തു. വീട്ടിൽ നിന്ന് ഒരു ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ആകെ സെൽഫീസൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ റിസപ്ഷൻ്റെ അവിടെ എത്തി കേട്ടോ. റിസപ്ഷൻ അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു, ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു ചെറുതായിട്ട്. പിന്നെ വേറൊരു സമാധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രൈഡ് എൻ്റെ കൂടെ പഠിച്ച കേട്ടോ അവൾ അപ്പോൾ എൻ്റെ ഒരു മ്യൂസിക്കൽ ബോട്ടിന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ട് കേട്ടോ. അവർ അടിപൊളിയായിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മ്യൂസിക് ബോർഡിലെ ട്രൂപ്പിലുള്ളവരെല്ലാം അടിപൊളി സിംഗേഴ്സ് ആയതുകൊണ്ട് ബോറടിച്ചിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാൻ പോയി. നല്ല ബിരിയാണി ആയിരുന്നു. അതായത് നല്ല നമ്മളെ എന്താ മലബാർ ബിരിയാണി പോലത്തെ നല്ല അടിപൊളി കോൺ ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി കുറേ ഫുഡ് ഉണ്ടായിരുന്നു, പക്ഷേ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരെ സമയം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശിശ്ര ഉണ്ടായിരുന്നു. ശിശ്രനോട് ജസ്റ്റ് കുറച്ച് സെൽഫീസൊക്കെ എടുത്ത് കുറേ നാളായി എല്ലാവരെയും കണ്ടിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ തീരെ സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പിറ്റേ ദിവസം പുലർച്ചെ കേട്ടോ, അതായത് നമ്മൾ എറണാകുളത്ത് പോകുന്ന ദിവസമാണ്. രാവിലെ തന്നെ എണീറ്റ് അച്ഛനും അർജുനും കൂടെ കൊണ്ടാക്കാൻ പോവുക കേട്ടോ. നമ്മൾ ഓൾറെഡി വരുമ്പോൾ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകേണ്ട ടിക്കറ്റും. ജനശതാബ്ദിയാണ് 4:50 വിടുന്നത് കണ്ണൂരിൽ നിന്ന്. അതാകുമ്പോൾ കുറച്ച് സ്റ്റോപ്പ് കൊണ്ട് നമുക്കൊരു 10 മണിയാകുമ്പോൾ എറണാകുളത്ത് എത്താൻ പറ്റും. വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മളിതാ കണ്ണൂരെത്തി. പുലർച്ചയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട് എല്ലാവരെയും വിട്ട് ഇങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ. കുറച്ച് ദിവസം അധികം നിന്നുകൊണ്ട് പോകാൻ നല്ല മടിയുണ്ടായിരുന്നു കേട്ടോ എറണാകുളത്തേക്ക്, പക്ഷെ പോകാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ പോക്കായി കേട്ടോ. നമ്മളങ്ങനെ രാവിലെ പുലർച്ചയ്ക്ക് ജനശതാബ്ദിയിൽ ട്രെയിൻ കയറിയിട്ടുള്ളത്. ഒരു 10 മണിയാകുമ്പോൾ എല്ലാവരും എത്തും. അപ്പം ഇന്നലെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ട്രെയിനിൽ കയറി. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളുള്ള ഇത്രയേ ഉള്ളൂ. നമുക്ക് എറണാകുളത്ത് എത്തിയിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് സുൽത്താൻ ബൈ. ആദ്രേക്കും ബൈ.